ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒനിക്സ് ടി വിയുടെ ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒനിക്സ് എന്ന ബ്രാൻഡാണ്. ഇംപെക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇത് ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് പറയുന്നത്. കൊച്ചിയിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇത് ബോർഡൊക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു. ബട്ട് ഇതാണ് അതിൻ്റെ ഔട്ടർ കവർ. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം സെറ്റിങ്സിൽ കയറിയിട്ട്. പിന്നെ HD റെഡിയാണ് എന്ന് വെച്ചാൽ ഫുൾ HD അല്ല, HD റെഡി വരുന്ന മോഡലാണ്. ഒപ്റ്റിക്കൽ ഔട്ടുണ്ട്, ക്ലൗഡ് TV ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ 0 ഡോട്ട് പാനലാണ്, നല്ല ബ്ലാക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാനലായിരിക്കാം. അപ്പോൾ കോഡ് കോർ പ്രോസസ്സർ വരുന്നുണ്ട്, 1 ഇയർ വാറൻറ്റി വരുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കവറിൽ ഞാൻ കണ്ടത്. നമുക്ക് അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഇതിപ്പോൾ LED TV ലിവ 32 എന്ന് പറയുന്ന മോഡലാണ് ഈ TV വരുന്നത്. 80 സെൻറ്റിമീറ്റർ 32 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 18,000 ആണ് വരുന്നത്. 18,990 ആണ് ഇതിൻ്റെ MRP വരുന്നത്. ഇതായിരിക്കില്ല ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ വാങ്ങുമ്പോഴുള്ള ക്യാഷ്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ KCM അപ്ലയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒനിക്സ് ഇംപെക്സ് എന്നുള്ള TVകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അതിൻ്റെ നമുക്ക് 1 ഇയർ വാറൻറ്റി TVക്ക് കിട്ടുന്നുണ്ട്. അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇത് വാങ്ങുന്ന സ്റ്റോറിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ആ ഒരു എക്സ്റ്റൻഡേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് TVയിലോട്ട് നോക്കാം. TV ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പറഞ്ഞ 32 ഇഞ്ചിൻ്റെ ഒനിക്സിൻ്റെ ലിവ 32 എന്ന് പറയുന്ന മോഡൽ TV. ഇതിപ്പം കാണാൻ അടിയിലൊരു സെൻസർ ലൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കിയിട്ട് ബാക്കി നമ്മൾ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പിന്നെ റിമോട്ടൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം C5ൻ്റെ ബട്ടണുണ്ട്, അതുപോലുള്ള ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ എന്നൊക്കെയുള്ള ബട്ടണൊക്കെ ഉള്ളൊരു നോർമൽ സ്മാർട്ട് TV റിമോട്ടാണ് ഇപ്പോൾ നമുക്ക് വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പോർട്സ്. 2 USB, 3 AV പോർട്സ് ഉണ്ട്, 2 AV പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് RJ45 ഉണ്ട്, HDMI ARC ഉണ്ട്, ഡയറക്റ്റ് സബ്വൂഫർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് HDMI വഴി. ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്, ഒരു പ്യുവർ ഒഫീഷ്യൽ ആൻഡ്രോയിഡ് അല്ല, ഒരു കസ്റ്റം ആൻഡ്രോയിഡ് TV ആണ്. നമ്മൾ ഒരു ഗൂഗിൾ TV അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് TV കാണുന്ന UI ആയിരിക്കില്ല ഇതിനുള്ളത്. ഇതൊരു കസ്റ്റം ക്ലൗഡ് ബേസ്ഡ് UI ആണ്. പക്ഷേ ഇതിൻ്റെ കോറ് ആൻഡ്രോയിഡ് ആയിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് അവർ പറയുന്ന ക്ലൗഡ് ബേസ്ഡ് UI ആണ്. ഇതിനകത്ത് നമുക്ക് കുറേ മൂവീസിൻ്റെയും ഒക്കെ ഡിസ്കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണില്ല. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് വെറുതെ ജസ്റ്റ് അവരൊരു ക്ലൗഡ് UIയിൽ കാണിച്ചേക്കുന്ന ഒരു കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ട്രെയിലർ കാണാൻ പറ്റും നമുക്കിവിടെ കണ്ടില്ലേ. ഇതാണ് ഈ TVയുടെ UI എന്ന് പറയുന്നത്. നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. ഈ ഇതിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട് കണ്ടില്ലേ. ഈ ബട്ടൺ എന്ന് പറയുന്നത് ആപ്സിൻ്റെ ബട്ടണാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൈ ആപ്സിലോട്ട് പോകും. മൈ ആപ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ് TV ആപ്പ് സ്റ്റോർ എന്ന് വേറൊരു ആപ്പ് സ്റ്റോർ ഉണ്ട്. കണ്ടൻറ് ഡിസ്കവറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടില്ലേ, ക്ലൗഡ് ഇൻ്റർഫേസ്, അതിൻ്റെ ഡിസ്കവറിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെബ് ബ്രൗസർ ഉണ്ട്, പിന്നെ മൂവി ബോക്സ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് മൂവി കാണാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്രൈം വീഡിയോ ഉണ്ട്, VLC, നമുക്കെല്ലാം ഇൻസ്റ്റാൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് യൂട്യൂബ് ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷനും ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൈസിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല TV ആണിത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആപ്പ് സ്റ്റോർ ഒന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് TV പോയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുന്ന പോലെ ആയിരിക്കില്ല ഇതിനകത്ത് പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത്. ഇതൊരു കസ്റ്റം പ്ലേ സ്റ്റോറാണ്. ഇതിനകത്ത് നമുക്ക് ഒരുവിധമുള്ള എല്ലാ ആപ്സും, നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത ആപ്സ് വരെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ആമസോൺ ഫയർ ഇൻസ്റ്റൻറ്റ് വീഡിയോ എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു പ്ലെയറാണിത്, ഇൻസ്റ്റൻറ്റ് വീഡിയോ എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, കുറേ ആപ്ലിക്കേഷൻ ഇതിനകത്ത് തന്നെ. HBO Max, ഇതൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. ഇതൊരു കസ്റ്റം ആപ്പ് സ്റ്റോർ ആയതുകൊണ്ട് HBO Max അതുപോലുള്ള കുറേ ആപ്സ് നമുക്ക് ഈ ഒരു TVയുടെ ആപ്പ് സ്റ്റോറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം.
അപ്പോൾ സെറ്റിങ്സ് എടുക്കാനായിട്ട് നമ്മൾ ആ ക്ലൗഡ് യുഐയുടെ ഏറ്റവും മുകളിൽ പോവുക. വൈഫൈ സിഗ്നൽ ഉണ്ട്, പിന്നെ അതിന് ശേഷം ഒരു സെറ്റിങ്സ് ബട്ടൺ കാണാം. ഇംപെക്സിൻ്റെ ടി വി ഉപയോഗിക്കുന്ന അറിയാം. ഈ ഇംപെക്സിൻ്റെ അതേ ഓപ്ഷൻസാണ് ഇതിന് വന്നേക്കുന്നത്, അതേ UI ആണ് ഇതിൻ്റെ സെറ്റിങ്സിന് വന്നേക്കുന്നത്. നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുറേ സെറ്റിങ്സ് ഉണ്ട് കണക്ട് ചെയ്യാനുള്ള. ബ്ലൂടൂത്ത് ഇല്ല ഈ ടി വിക്ക്, നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, വയർലെസ് നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, ബ്ലൂടൂത്ത് ഓപ്ഷൻ ഇല്ല. അതൊരു കോണാണ്. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടൈം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, ടൈം സോൺ സെറ്റ് ചെയ്യാം, സ്ലീപ്പ് ടൈം ടൈമർ സെറ്റ് ചെയ്യാം, സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കോമൺ സെറ്റിങ്സിൽ വരുമ്പം ലാംഗ്വേജ് ഉണ്ട്, ഇൻപുട്ട് മെത്തേഡ് ഉണ്ട്, ഏത് ടൈപ്പ് കീബോർഡ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കണം എന്നുള്ള. സിസ്റ്റം റിക്കവറി, ഡിവൈസ് നെയിം നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് TV എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റം ഒരു നെയിം കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുവാണെങ്കിൽ ഞാൻ എടുത്തപ്പോൾ ഇതിന് 3 GB അതിൻ്റെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ 8 GB ആണ് ടോട്ടൽ ഇൻറ്റേർണൽ വരുന്നത്. അപ്പോൾ 3 GB അടുപ്പിച്ചോളം നമുക്ക് ഈ ടി വിക്ക് അവൈലബിൾ ആയിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 2-3 ആപ്ലിക്കേഷൻസ് ചെയ്തപ്പോഴാണ് അത് കുറഞ്ഞിട്ട് 2.80 ആയത്. മെമ്മറി 1 GB ഈ ഡിവൈസിനുണ്ട്. അതുപോലെ തന്നെ Android 9 എന്നുള്ള വേർഷനാണ് ഇത് റൺ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, കാരണം ഇത് കസ്റ്റം UI ബേസ്ഡ് ആണ്. കസ്റ്റം UI യൂസ് ചെയ്യുന്നൊരു ടി വി ആണിത്. ഒരു ഒഫീഷ്യൽ ആൻഡ്രോയിഡ് TV അല്ല, ഒരു കസ്റ്റം ആൻഡ്രോയിഡ് UI ആണ് ഇതിന് വരുന്നത്. പ്രൊഡക്റ്റ് മോഡൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മോഡൽ എന്ന് പറയുന്നത് സ്മാർട്ട് TV ഫേംവെയർ വെർഷൻ. പിന്നെ നമുക്ക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ അതിനുള്ള ഓപ്ഷനാണിത്. എത്ര കോറുള്ള പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ത് GPU ആണ്, മാലി GPU ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ എബൌട്ട് ഡീറ്റെയിൽസാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇത്രയും ഡീറ്റെയിൽസേ ഉള്ളൂ ഈ സെറ്റിങ്സിൽ, നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉള്ള സെറ്റിങ്സിൽ. അപ്പോൾ നമുക്കതിൻ്റെ സോഴ്സ് നോക്കാം. അപ്പം നമുക്ക് ഈ ടി വിക്ക് എത്രമാത്രം കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് നോക്കാം. സോഴ്സിൽ പോയിട്ട് ഒരു HDMI പോർട്ട്, 2 HDMI പോർട്ടുണ്ട്, 2 AV പോർട്ടുണ്ട്, പിന്നെ ഒരു ആൻറ്റിനെ കണക്ട് ചെയ്യുന്ന പോർട്ടാണെന്ന് തോന്നുന്നു, ATV പോർട്ട്, പിന്നെ ഒരു USB പോർട്ടുണ്ട്. ഇത്രയാണ് ഈ ടി വിക്കുള്ള കണക്ടിവിറ്റി പോർട്ടുകൾ വരുന്നത്. ഒരു HDMI, 2 HDMI, 2 AV പോർട്ട്, ഒരു ATV പോർട്ട്, ഒരു USB പോർട്ട്. ഇത്രയാണ് ഈ ടി വിയുടെ ഇൻപുട്ട് സോഴ്സുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഒരു വീഡിയോ ഈ ടി വിയിൽ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബൊക്കെ നല്ല കറക്റ്റായിട്ട് വർക്ക്, ഒരു പെർഫോമൻസ് ലാഗോ ഒരു റിമോട്ടിനൊരു ലാഗോ പ്രസ് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസ് ഇല്ലായ്മയോ ഒന്നും ഈ ടി വിക്ക് ഇല്ല. എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡായിട്ട് തന്നെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ NCSൻ്റെ ഞാൻ സൗണ്ടും ആ പിക്ചർ ക്വാളിറ്റിയോട് കാണിക്കാം. ആദ്യം ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം, അതിന് ശേഷം നമുക്ക് പിക്ചർ ക്വാളിറ്റി നോക്കാം. NCSൻ്റെ ഒരു മ്യൂസിക് ഞാൻ പ്ലേ, നല്ല സൗണ്ടാണ് ഈ ടി വിക്ക്. 20 വാട്ട്സിൻ്റെ സ്പീക്കറാണ് ഈ ടി വിക്ക് ഉള്ളത്. ഇപ്പോൾ ഞാൻ 85 അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നല്ല സൗണ്ടാണ്. ഇനി നമുക്ക് ഒരു HDR അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ടൈപ്പ് വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് അത് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വീഡിയോ ക്വാളിറ്റി. പക്ഷേ ഈ മൊബൈൽ വഴി എത്രത്തോളം അത് കാണാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോയ്ക്ക്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ഈ ഒരു വിലയ്ക്ക് ഈ ടി വി ഭയങ്കര വർത്താണ്. കാരണം നല്ലൊരു പിക്ചർ ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം കാണാൻ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഈ മൊബൈൽ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി കാണില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല കളർ റീപ്രൊഡക്ഷനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു പ്രശ്നം പറയുന്നത് ഫുൾ HD അല്ലെന്നൊരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി പക്ഷേ നമ്മളത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്ര നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. ഫുൾ HD അടുത്ത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കുറച്ച് നല്ല രീതിയിലുള്ള ബ്ലാക്ക് നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു നല്ല ബ്ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല കളർ റീപ്രൊഡക്ഷനും ഉണ്ട് ഈ ഒരു ടി വിയിൽ. അപ്പോൾ എനിക്ക് ഈ മൊബൈലിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. അതുപോലെ സൗണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ ടി വിയുടെ സൗണ്ട്. ഇത് പ്രമോഷൻ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് പറയുന്നതാണ്. അപ്പം നല്ല സൗണ്ടും ഉണ്ട് ഈ ടി വിക്ക്. ഇത് രണ്ടും ആണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് പിന്നെ ആൻഡ്രോയിഡാണ് ഈ ഒരു വിലയ്ക്ക് ആൻഡ്രോയിഡ് ടി വിയും കിട്ടുന്നുണ്ട് നമുക്ക്.
പിന്നെ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഈ ടി വിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ടി വി നമുക്ക് ആമസോൺ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ HDയും HDRും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു 720p ആയതുകൊണ്ട് ടി വി ആയതുകൊണ്ട് HD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, HD വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി HD ക്വാളിറ്റി നമുക്ക് പ്രൈമിലുള്ള മൂവീസൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റും. ചില ടി വി കണ്ടിട്ടുണ്ട് നിങ്ങൾ 480p അത് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഗൂഗിളിൻ്റെ വൈഡ് വൈൻ എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് 480p മാറി മാക്സിമം നമുക്കൊരു വീഡിയോ കാണാൻ പറ്റില്ല. ഇതിൽ നമുക്ക് 720p ഈ ടി വിയുടെ മാക്സിമം റെസൊല്യൂഷൻ വരെ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും പ്രൈം വീഡിയോയിൽ. ഞാൻ നെറ്റ്ഫ്ലിക്സ് ട്രൈ നോക്കിയില്ല, ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ പ്രൈം വീഡിയോ ആണെന്ന് കാണാം. HDRും എനേബിൾഡ് ആണ് ഈ ടി വിയിൽ. അപ്പോൾ HDRും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രൈം വീഡിയോയിൽ. ഇതാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൈം വീഡിയോ പോലുള്ള സബ്സ്ക്രിപ്ഷൻസ് പ്ലേ ചെയ്യുമ്പോഴുള്ള ഒരു ഇങ്ങനെയാണ് അത് കാണുന്നത്. കാരണം നമുക്ക് HDR എനേബിൾഡ് ആണെന്ന് ഏറ്റവും ബോട്ടം സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. HDRും HD എനേബിൾഡ് ആണ്. അപ്പം പ്രൈം വീഡിയോയുടെ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പ്രൈം വീഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഇതായിരിക്കും നമ്മൾ ആമസോണിൻ്റെ ഏതൊരു ഫയർ ടി വി സ്റ്റിക്കിലാണെങ്കിലും ഫയർ ടി വി സ്റ്റിക്കിലല്ല നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ഏത് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ടി വിയിൽ യൂസ് ചെയ്താലും ഇങ്ങനെ ആയിരിക്കും ആ ആപ്ലിക്കേഷൻ്റെ UI കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമുക്ക് ഈ ടി വിയിലും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ലാഗോ ഒരു കാര്യങ്ങളോ ഇല്ല. നമുക്ക് ഏത് മൂവി ആണെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ജസ്റ്റ് ടാപ്പ് ചെയ്ത് നല്ല റെസ്പോൺസ് ഉണ്ട് ടി വിക്ക്, നല്ല രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും എല്ലാ സബ്സ്ക്രിപ്ഷൻസ് ബേസ്ഡുള്ള ആപ്ലിക്കേഷനും ഈ ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ വിലയുടെയും പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് ഒരു പ്രൊമോഷൻ അല്ല, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ബ്രദറിൻ്റെ ഒരു കടയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കിട്ടിയപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്നേ ഉള്ളൂ. അവന് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടി വിയാണിത് കടയിൽ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് 11,000 രൂപയ്ക്കാണ്, 11,000 റുപ്പീസിനാണ്. പക്ഷേ നിങ്ങൾക്ക് അതിലും കുറച്ച് കിട്ടാം. നിങ്ങൾ നെഗോഷിയേറ്റീവ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് കിട്ടും. 11,000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ടി വി ഭയങ്കര ഓർത്താണ്. കാരണം നമ്മൾ 20,000 25,000 കൊടുത്ത് HD റെഡി ടി വികൾ മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് പല പ്രമുഖ ബ്രാൻഡുകളുടെ HD ടി വി മേടിക്കുന്നതിനെ ആൻഡ്രോയിഡ് അല്ലാത്ത HD ടി വികൾ വരെ ഉണ്ട് നമുക്ക് പ്രമുഖ ബ്രാൻഡുകളുടെ. അതിനെക്കാട്ടിയും എത്രയോ വേർത്താണ് നമ്മൾ ഈ ഒരു 11,000 അല്ലെങ്കിൽ 12,000 കൊടുത്ത് ഇതുപോലൊരു ആൻഡ്രോയിഡ് ടി വി നല്ല ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പാനലുള്ള നല്ല ക്വാളിറ്റിയുള്ള ടി വി 12,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 11,000 നമുക്ക് കിട്ടുമ്പോൾ ഇത് ഗോ ഫോർ ദിസ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരെണ്ണം കംപ്ലൈൻ്റ് ആയി പോയാലും നമുക്ക് 1 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്. പിന്നെ ഞാൻ 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. പിട്ടാപ്പള്ളിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അവരെനിക്ക് ടോട്ടൽ 3 വർഷം ഇതിന് വാറണ്ടി തന്നു. 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി 2,000 രൂപ ഞാൻ അതിർത്തി കൊടുത്തപ്പം എനിക്കൊരു 2 വർഷത്തെ അഡീഷണൽ വാറണ്ടി കൂടി തന്നു. എന്ത് കംപ്ലൈൻറ്റ് ഈ 3 വർഷം വന്നാലും ഫുൾ റെസ്പോൺസിബിലിറ്റി അവരുടെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത 3 വർഷത്തേക്കൊന്നും ചിന്തിക്കാനില്ല. ഈ ഒരു ടി വി ഫുൾ കവേർഡാണ്. അപ്പോൾ 13,000 രൂപ മൊത്തത്തിൽ ഈ ടി വിക്ക് എനിക്ക് ചിലവായിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത്. നമുക്ക് ഈ ഒരു വിലയ്ക്കിത് വർത്തായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. Thank you guys. Thanks for watching. Have a great day ahead.